ഓം ഗം ഗണപതേ നമ. ഓം ശ്രീ ദുർഗാദേവിയേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം മാഹാത്മ്യവർണ്ണനം 3-ാം അധ്യായം. സൂതൻ, ദേവീ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പാടിടുന്നതായി കേട്ടാലും മറ്റൊരിതിഹാസത്തെയും മുനിമുഖ്യരെ ലോപാമുദ്രാവരൻ കുംഭയോനിയാം മുനിയേകഥ സ്കന്ദനെ ചെന്നു കുമ്പിട്ടു ചോദിച്ചാൻ പല സത്കഥ. ദാനതീർത്ഥവ്രതാദികൾക്കുള്ള ഉത്കൃഷ്ട്യം മുറ്റിടുന്നതായി അനേകം കഥയ ബാഹുലേയൻ മുനിയോടോതിനാൻ. ഗംഗ വാരാണസി മണികർണി തൊട്ടുള്ള തീർത്ഥവും തന്മഹാത്മ്യങ്ങളും സ്കന്ദൻ വർണ്ണിച്ചു ബഹുവിസ്തരം. എല്ലാം കേട്ടുൾ പ്രീതിയൊത്തു വീണ്ടും ലോകഹിതാർത്ഥമായി ഭൂരി തേജസിയാം സ്കന്ദനോടു ചോദിച്ചു കുംഭജൻ. അഗസ്ത്യൻ, ദേവീ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യവുമോതുവാൻ വേണ്ടും ക്രമവുമെന്നോടു താരകാരേ കഥിക്ക നീ. ദേവീ ഭാഗവതാഭിക്യം പുരാണം പരമോത്തമ കീർത്തിപ്പതല്ലോ സാക്ഷാൽ ശ്രീദേവിയാം ഭുവനേശിയേ. സ്കന്ദൻ ശ്രീഭാഗവത മാഹാത്മ്യം വിസ്തരിച്ചോതുവാനൊരാൾ ശക്തനല്ലതിനാൽ ബ്രഹ്മൻ ചുരുക്കി ചൊൽവനിന്നു ഞാൻ. നിത്യയായി സച്ചിദാനന്ദരൂപയാം ജഗദംബിക ഭുക്തിമുക്തിദയാം സാക്ഷാൽ ദേവി വാങ്മയിയായി സദാ വർത്തിപ്പതേതിൽ ഏതോതിയാലും കേൾക്കിലും മുനേ സാധിക്കുമേതും ആ ഗ്രന്ഥം ദേവീ ഭാഗവതാഭിധം. വിവസ്വത്പുത്രനായി ശ്രാദ്ധദേവാഖ്യൻ മനുമന്നവൻ വസിഷ്ഠൻ ചൊൽകയാൽ പണ്ടു പുത്രകാമേഷ്ടി ചെയ്തുപോൽ. ഹോതാവിനോടു തദ്ഭാര്യ അർത്ഥിച്ചാൽ ശ്രദ്ധയെന്നവൾ മകളുണ്ടാകുവാൻ വേണ്ടുമുപായം ചെയ്ക നീ മുനേ. ഉള്ളാൽ ചിന്തിച്ചു ഹോതാവു കന്യാർത്ഥം ചെയ്തിതാഹുതി. ഹോമം തെറ്റിക്കയാലുണ്ടായിളയെന്നൊരു കന്യയും. മകളെ കണ്ടുള്ളിടിഞ്ഞു ഗുരുവോടോതി മന്നവൻ സങ്കൽപ്പത്തെറ്റി വിധത്തിൽ വരുവാനെന്തുവാൻ പ്രഭോ. ഹോതാവിൻ കർമ്മവൈഷമ്യം ധ്യാനത്താൽ കണ്ടു ശംഭുവെ പ്രാപിച്ചു ശരണം പുംസ്ത്വം ഇളയ്ക്കർത്തിക്കുവാൻ ഗുരു. ശ്രീ ശിവാനുഗ്രഹത്താലും തപസ്സിൻ ശക്തിയാലുമേ ലോകം കാൺകെ തന്നെ ഇളയ്ക്കുണ്ടായി പുരുഷത്വവും. സംസ്കാരവും ചെയ്തു ഗുരു സുദ്യുമ്നാഖ്യയുമേകിനാൻ. ആറുകൾ കാഴിപോൽ വിദ്യകൾക്കു സങ്കേതമായി സുതൻ. കാലക്രമത്തിൽ താരുണ്യമങ്കുരിച്ചു കുമാരനിൽ വേട്ടയ്ക്കായൊരു നാൾ കാട്ടിലവൻ പോയാൻ ഹയോപരി. ചുറ്റിത്തിരിഞ്ഞു കാടോരോന്നിലും സാനുഗനായി നൃപൻ. ഹിമാദ്രി സാനുവിൽ കാട്ടിലേറി യോഗത്തിനാലവൻ. അപർണയാം ഭാര്യയൊത്തു പണ്ടെന്നോ ഭഗവാൻ ശിവൻ രമിച്ചു വാണുപോലിങ്ങു ദേവദേവൻ പ്രഹൃഷ്ടനായി. ശിവനെ കാണുവാൻ മോഹം പൂണ്ടേതാൻ മുനിമാർത്തതാ. അങ്ങണഞ്ഞപ്പോഴവരെ കണ്ടു നാണിച്ചു പാർവതി. ആ രണ്ടുപേരെയും ക്രീഡാസക്തരായി കണ്ടു താപസർ തിരിച്ചു വൈകുണ്ഠഗേഹം ഗമിച്ചാർ സംശിതവ്രതർ. പ്രിയതൻ പ്രിയമാരാഞ്ഞു ശിവനക്കാടിനെ തഥാ ശപിച്ചാനിന്നു തൊട്ടിങ്ങു വരുവോർ സ്ത്രീകളായി വരും. അന്നു തൊട്ടിക്കാടു വർജിക്കയാം പുരുഷരൊക്കെയും അങ്ങേറവേ പെൺമണിയായി തീർന്ന സുദ്യുമ്നനശ്വവും. തൻകൂട്ടരും സ്ത്രീകളായി പോയെന്നു കണ്ടമ്പരന്നുതേ. കാടുതോറും സഞ്ചരിച്ചാൾ പിന്നെയം മടവാർമണി. ബുധാശ്രമോപാന്തത്തിങ്കലെത്തിനാളവളേകഥാ തടിച്ചുയർന്നവാർ ഗംഗബിംബോഷ്ടം കുന്തദന്തവും. തണ്ടാർമിഴികളും പൂണ്ടൊര സൗഭാഗ്യത്തിടമ്പിനെ കണ്ടു മാമ്പൂശരൻ തന്നമ്പേറ്റു മോഹിച്ചു പോയി ബുധൻ.
കാമിച്ചാളവളും ചന്ദ്രപുത്രനാമകുമാരനെ രമിച്ചു വാണാൾ. ബുധനങ്ങൊത്തു പിന്നെയസതി. പിന്നെ പുരൂരവസ്സെന്ന പുത്രനെ സോമനന്ദനൻ ജനിപ്പിച്ചാനവളിൽ മിത്രാവരുണ സംഭവ. ഏവമാണ്ടുകളൊട്ടേറെ തീർന്നപ്പോൾ അവളേകദാ ഓർമ്മിച്ചാൾ തൻ പൂർവവൃത്തമഴലിൽ പെട്ടിതാകയാൽ. വസിഷ്ഠഗുരുവിനാശ്രമത്തിൽ ചെന്നു നമിച്ചുടൻ അർത്ഥിച്ചാൾ തൻ പുംസ്ത്വം വാർത്തയും സർവമോദിനാൾ. കാര്യമെല്ലാം ഗ്രഹിച്ചാശു വെള്ളിമാമല പുക്കവൻ പൂജിച്ചു വാഴ്ത്തി ശിവനെ ഭക്തിയൂറുന്ന ഹൃത്തുമായി. വസിഷ്ഠൻ കബർദിയായി ശങ്കരനായി തിങ്കൾ കീറണി മൗലിയായി പാതിമെയ്യാൽ ഗിരിജയാം ശ്രീശംഭുവേ വണങ്ങിടാം. ഭുക്തിമുക്തികൾ ഭക്തർക്കു നൽകും ശ്രീനീലകണ്ഠനെ രജതാദ്രിയിൽ വാഴുന്ന സുഗതൻ മൃഡനെ തൊഴാം. പ്രപന്നർ തൻ ഭീതി പോക്കും ശിവരൂപൻ വൃഷധ്വജൻ ശിവൻ ശരണ്യൻ പരമാത്മാവിനെ കൈതൊഴാം തൊഴാം. സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കായി മൂർത്തിത്രയവുമാകുവോൻ ദേവാദിദേവൻ വരദൻ പുരാരിയെ നമിച്ചിടാം. യജ്ഞസ്വരൂപ ഭഗവൻ ഫലദായക കൈതൊഴാം. സൂര്യേന്ദുശിഖിനേത്ര ശ്രീഗംഗാധര നമോസ്തുതേ. ഏവം സ്തുതിക്കവേ പ്രാദുർഭവിച്ചു ഭഗവാൻ ശിവൻ കാളപ്പുറത്തംബികയുമൊത്തു കോടിരവിപ്രവൻ. കൈലാസാഭൻ തിങ്കൾ മൗലിയാമം മുക്കണ്ണനിങ്ങനെ പ്രസന്നനായോതി വീണു തൊഴുമമ്മുനി തന്നോടാ. ശ്രീ ഭഗവാൻ വിപ്രർഷേ നീ വരിച്ചാലും മനോഭിലഷിതം വരം. തഥാ കുമ്പിട്ടിളാ പുംസ്ത്വം അഭ്യർത്ഥിച്ചാൻ മുനീശ്വരൻ. സന്തുഷ്ടനായോതി തഥാ ഭഗവാൻ മാസമൊന്നവൻ പുമാനായും മാസമൊന്നു നാരിയായും ഭവിച്ചിടും. ശംഭുവോടീ വരം വാങ്ങി നമിച്ചു ജഗദംബയെ വരം നൽകാൻ തയ്യാർ നിൽക്കും മഹേശ്വരിയമ്മുനി. കോടി തിങ്കൾ കതിരൊളി തൂകുമാ സ്മിതഭൂഷയെ പൂജിച്ചു വാഴ്ത്തിയെന്നെന്നും പുംസ്വം നൽകാനിളയ്ക്കവൻ. വെൽഗദേവി മഹാദേവി ഭക്താനുഗ്രഹകാരിണി വെൽഗ സർവസുരാരാധ്യേ വെൽഗ സർവഗുണാലയേ. തൊഴാം നമിക്കാം ദേവേശി ശരണാഗതവത്സലേ വെൽഗ ദുർഗേ ദുഃഖഹന്ത്രി ദുഷ്ടദൈത്യനിഷോദിനി. ഭക്തിഗമ്യേ മഹാമായേ കൈതൊഴാം ജഗദംബികേ. ഭവാബ്ദിത്തോണിയാം കാൽത്താരെഴുന്ന ഭുവനേശ്വരി ബ്രഹ്മാദ്യരാമേശ്വരരും നിൻകഴൽത്താർ ഭജിക്കയാൽ. സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കും ശക്തരായി തീർന്നിതംബികേ കനിഞ്ഞാലും ചതുർവർഗധാത്രിയാം പരമേശ്വരി. നിന്നെ വാഴ്ത്താനാർക്കു സാധ്യം കേവലം പ്രണമിപ്പു ഞാൻ. വസിഷ്ഠമുനി വണ്ണം ഭക്ത്യാ വാഴ്ത്തിയൊരാക്ഷണം പ്രസന്നയായി തീർന്ന ദുർഗാദേവിയാമപ്പരാൽപര. നമിപ്പോർ കാർത്തിപോക്കും ശ്രീദേവി ചൊന്നാളനന്തരം സുദ്യുമ്നഗേഹത്തിൽ ചെന്നൻ പൂജ ചെയ്യുക സാദരം. കേൾപ്പിക്ക സുദ്യുമ്നനെ നീ ദേവി ഭാഗവതം മുനെ. നാളൊമ്പതാലപ്പുരാണം എനിക്കേറ്റം പ്രിയങ്കരം. കേട്ടാൽ താൻ പുംസ്ത്വമെന്നെന്നും അവനുണ്ടായി വന്നിടും. ഏവമോതി മറഞ്ഞാള ശിവയും ശിവനും തഥാ. വസിഷ്ഠനാദിക്കു നോക്കി കുമ്പിട്ടാശ്രമമാർന്നുടൻ സുദ്യുമ്നനെ വിളിച്ചോതി ദേവീ പൂജ നടത്തുവാൻ. കന്നിയിൽ സിതപക്ഷത്തിൽ ദേവിയെ പൂജ ചെയ്തുടൻ കേൾപ്പിച്ചു നവരാത്രങ്ങൾ കൊണ്ടു ഭാഗവതം മുനി. ശ്രീമദ് ഭാഗവതം ഭക്തിപൂർവം കേട്ടാശു മന്നവൻ
കുമ്പിട്ടർച്ചിച്ചു ഗുരുവേ നേടി പുംസ്ത്വം നിരന്തരം. സിംഹാസനത്തിൽ അവനെ അഭിഷേചിച്ചു മാമുനി, നാട്ടാരെ പ്രീണനം ചെയ്തു വാണാൻ ധർമ്മിഷ്ഠനായ നൃപൻ. ശ്രേഷ്ഠദക്ഷിണയോടൊത്തു ചെയ്താൻ വിവിധ യജ്ഞവും, മക്കൾ കേൾപ്പിച്ചു നാടാർന്നാൻ ദേവീ സാലോക്യവും നൃപൻ. സകലവുമിഹ ചൊന്നേൻ വിപ്രരേ സേതിഹാസം, മനുജനിതു പഠിച്ചാൽ ഭക്തിപൂർവം ശ്രവിച്ചാൽ, ഭഗവതി കനിവാർന്നിങ്ങിഷ്ടമെല്ലാം അണയ്ക്കും, നിജപദവുമമേയം സൗഖ്യവും പിന്നെ നൽകും. ശ്രീസ്കന്ദപുരാണത്തിൽ മാനസഖണ്ഡത്തിൽ ദേവീ ഭാഗവത മാഹാത്മ്യം 3-ാം അധ്യായം സമാപ്തം. അമ്മേ നാരായണ.